ഏറ്റവും നല്ല ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. ആംഗലേയ കവിയായ ലീഹണ്ട് തൻ്റെ കൊച്ചു കവിതയിൽ ഒരു ആട്ടിടയനെ പറ്റി പറയുന്നുണ്ട്. ഈ ആട്ടിടയൻ ഏറ്റവും ദൈവഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ. അവൻ്റെ ഒരു സ്വപ്നത്തില്, ഈ അബു എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ സ്വപ്നത്തില് ഒരു മാലാഖ കടന്നു വരുന്നുണ്ട്. ഒരു മാലാഖ കടന്നു വന്നിട്ട് ഈ അബുവിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഈ മാലാഖയോട് അബു ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ കയ്യിൽ? അവൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ താളുകളുള്ള പുസ്തകമാണ്, എൻ്റെ കയ്യിൽ ഒരു വജ്രത്തിന്റെ പേനയുമുണ്ട്. അബു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അതിൽ കോറിയിടുന്നത്? അപ്പോൾ ഈ മാലാഖ പറയുന്നു, ഞാൻ ഈ സ്വർണ്ണ താളുകളുള്ള പുസ്തകത്തിന്റെ ഇടതുഭാഗത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ ഒന്നൊന്നായിട്ട് എഴുതുകയാണ്. അവൻ ആകാംക്ഷയോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഏറ്റവും ദൈവഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന എൻ്റെ പേര് അതിൽ എത്രാം സ്ഥാനത്താണ്? ഈ മാലാഖ ഇടതുഭാഗത്തുള്ള പേരുകൾ ഒന്നൊന്നായിട്ട് വായിച്ചിട്ട് പ്രകാരം തെല്ല് നിരാശയോടുകൂടി പറയുന്നുണ്ട്, അല്ലയോ അബുവേ, അവിടെ നിന്റെ പേരില്ല. അവന് സങ്കടമായി, നിരാശയായി, കണ്ണീര് ഒഴിക്കുവാനായിട്ട് തുടങ്ങി. ആട്ടിടയ ബാലൻ പിന്നെയും ഈ മാലാഖയോട് ചോദിച്ചു, അല്ലയോ മാലാഖി, അങ്ങനെയെങ്കിൽ നീ ഈ പുസ്തകത്തിന്റെ വലതുഭാഗത്ത് എന്താണ് എഴുതി ചേർക്കുന്നത്? അപ്പോൾ ഈ മാലാഖ പറയുന്നുണ്ട്, ഞാൻ എഴുതി ചേർക്കുന്നത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ്. ഇടതുഭാഗത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് എങ്കിൽ ഈ വലതുഭാഗത്ത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകൾ അവിടെയെങ്കിലും ഉണ്ടോ എൻ്റെ പേര് എന്നുള്ളൊരു ചോദ്യത്തിന് മാലാഖ അബൂവിനോട് പറയുന്നുണ്ട്, അവിടെ ഒരേ ഒരു പേരുള്ളൂ, അത് നിന്റെ പേരാണ്. അവിടെ ഒരേ ഒരു പേരുള്ളൂ, അത് നിന്റെ പേരാണ്. നീ ഭൂമിയിൽ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകെ നീ മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ അബു ആ ക്രിസ്തുമസ് ആയിരിക്കാം ഏറ്റവും നല്ലവണ്ണം ആഘോഷിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് ഇടം കൊടുത്ത ഇടമായിട്ട്, ക്രിസ്തുവിന് ഇടം നൽകിയ ഒരിടമായിട്ട് അവന്റെ ഹൃദയത്തെ മാറ്റിയപ്പോൾ അവനൊരു പുൽക്കൂടാകുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഒരു പുൽക്കൂടായി മാറിക്കൊണ്ട്, പുൽക്കൂട് സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും നല്ല ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുവിന് ഇടം കൊടുക്കുന്ന ഒരു ശരീരമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്, നമ്മുടെ ഓരോ പ്രവൃത്തികളും കാണുന്നുണ്ട്, ഓരോ ചിന്തകളും കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ചിന്തകളെയൊക്കെ വിശുദ്ധീകരിച്ച് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു മനോഭാവത്തിലായി തീർന്നുകൊണ്ട് ഈ ക്രിസ്തുമസ് നല്ലോണം നല്ല രീതിയിൽ നല്ല ചിന്തകളോടുകൂടി ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. നന്ദി.